ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും KV സ്മാർട്ട് സ്റ്റഡിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ക്ലാസ് 4ൻ്റെ 4th ചാപ്റ്ററായിട്ടുള്ള ബയാ ഹമാരി ചിടിയാ റാണി എന്ന് പറഞ്ഞിരിക്കുന്ന പാഠമാണ്. ഇതിൽ ബയ എന്ന് പറഞ്ഞിരിക്കുന്നത് വീവർ ബേർഡ് ആണ്. ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന റാണി നമുക്കറിയാം ക്യൂണാണ്. ഇത് ഒരു ആനന്ദമയി കവിതയാണ്. അപ്പം ഈ കവിത വായിച്ച് നമുക്ക് അർത്ഥമൊന്ന് മനസ്സിലാക്കിയാലോ. ബയാ ഹമാരി ചിടിയാ റാണി എന്താണ്? വീവർ ബേർഡ് ഞങ്ങളുടെ ചിടിയാ റാണി, ബേർഡ്സിൻ്റെ ക്യൂണാണ്, ഞങ്ങളുടെ റാണിയാണ്, ഞങ്ങളുടെ ക്യൂണാണ്. എന്നിട്ടോ तिनके लाकर महल बनाते, ऊंची डाली पर लटकाते, खेतों से फिर दाना लाते, നദിയോं से भर लाती पानी. എന്താ ഈ കുട്ടി എന്ന് പറഞ്ഞിരിക്കുന്നത്? ഈ വീവർ വേർഡിനെ കുറിച്ച് ഈ കുട്ടി പറയുകയാണ്. തിൻകെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ നാരുകൾ, സ്ട്രോ എന്നാണ് അർത്ഥം. ലാക്കർ മഹൽ ബനാത്തി, മഹൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊട്ടാരം. ഇവിടെ വീവർ ബേർഡിൻ്റെ വീട് എന്നാണ് അർത്ഥം. ഈ വീവർ ബേർഡ് ചെറിയ ചെറിയ നാരുകൾ കൊണ്ടുവന്നിട്ട് അതിൻ്റെ വീട് ഉണ്ടാക്കുന്നു, അതിൻ്റെ കൊട്ടാരം ഉണ്ടാക്കുന്നു. ഊഞ്ചി ഡാലി പർ ലട്കാത്തി, ഊഞ്ചി എന്ന് വെച്ച് കഴിഞ്ഞാൽ ടാളായിട്ടുള്ള, ഡാലി എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രാഞ്ചിൽ, ലട്കാത്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ തൂക്കിയിടുക. മരങ്ങളുടെ ഉയരമുള്ള ബ്രാഞ്ചസുകളിൽ അതിൻ്റെ ഈ കൂട് അത് തൂക്കിയിടുന്നു. കേത്തോൻ സേ ഫിർ ദാനാലാത്തി, ഈ വീട് പണി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് കേത്തിൽ പോയി, കേത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫീൽഡിൽ പോയിട്ട് ദാന എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രെയിൻസ് കൊണ്ടുവരുന്നു, അതിൻ്റെ ആഹാരം കൊണ്ടുവരുന്നു. നദിയോ സേ ബർ ലാത്തി പാനി, എന്നിട്ട് നദികളിൽ പോയിട്ട് അതിന് കുടിക്കാനുള്ള വെള്ളവും അത് കൊണ്ടുവരുന്നു. അപ്പം കുട്ടി എന്താ വീവറിനോട് പറയുന്നതെന്ന് നോക്കിയാലോ. തുജുക്കോ ദൂർ ന ജാനെ ദേങ്കെ, ദാനോ സേ ആംഗൻ ഭർ ദേങ്കെ, और होज में भर देंगे हम, मीठा मीठा ठंडा पानी. എന്താ കുട്ടി പറയുന്നത്? തുജ്കോ, ബീവർ ബേർഡെ, നിന്നെ ദൂരേക്ക് ഞങ്ങൾ പോകാൻ അനുവദിക്കത്തില്ല. നീ ഇപ്പോൾ ദൂരെ പോകുന്നത് നിനക്ക് കഴിക്കാനുള്ള ഗ്രെയിൻസ് ശേഖരിക്കാനും നദികളിൽ നിന്നും വെള്ളം എടുക്കുന്നതിന് വേണ്ടിയിട്ടുമാണ്. അതുകൊണ്ട് നിനക്ക് കഴിക്കാനുള്ള ഗ്രെയിൻസ് ഞങ്ങൾ മുറ്റത്ത്, ആങ്കെന്ന് വെച്ച് കഴിഞ്ഞാൽ മുറ്റത്ത് മൊത്തം വിതറിയിടും. അപ്പം നിനക്ക് കഴിക്കുന്നതിനുള്ള ഗ്രെയിൻസ് ഡയറക്റ്റ് മുറ്റത്തു നിന്നും എടുക്കാവുന്നതാണ്. ഓർ ഹോജ് മേ ഭർ ദേങ്കേ ഹം, ഹോജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഹോജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം നിറച്ച് വെക്കുന്ന പാത്രമാണ്. അപ്പം നിനക്ക് വെള്ളം കുടിക്കുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങൾ പാത്രങ്ങളിൽ വെള്ളം നിറച്ച് വെക്കുന്നു. എങ്ങനെയുള്ള വെള്ളമാണ് അവർ നിറച്ച് വെക്കുന്നത്? മീട്ട ടണ്ടാപ്പാനി, ശുദ്ധമായിട്ടുള്ള തണുത്ത വെള്ളമാണ് അവർ ഈ ഹോജിൽ നിറച്ച് വെക്കുന്നത്. അപ്പം നിനക്ക് നിൻ്റെ ഗ്രെയിൻസ് ശേഖരിക്കാനോ വെള്ളം ശേഖരിക്കുന്നതിനോ വേണ്ടിയിട്ട് ഈ കൂട് വിട്ടിട്ട് ദൂരേക്ക് പോകേണ്ടി വരുന്നില്ല. എന്നിട്ട് എന്താ പറയുന്നത് നോക്കിയാലോ. ഫിർ അണ്ടേ സേയേഗി തു ജബ് നിക്കലേംഗി നന്നെ ബच्चे തബ് हम आकर बारी बारी से कर लेंगे उनकी निगरानी. എന്താ പറഞ്ഞിരിക്കുന്നത്? പിന്നീട് നീ എന്ത് ചെയ്യും? അണ്ടേ സേയേഗി, നിൻ്റെ മുട്ടകൾക്ക് അടയിരിക്കും. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ലേങ്കെ നന്നെ ബച്ചേ തപ്പ്, അന്നേരം ആ മുട്ടയിൽ നിന്നും ബേബി ബേർഡ്സ് വരുന്നു. ഹം ആക്കർ ബാരി സേ, അപ്പോൾ ഞങ്ങളുടെ ടേൺ അനുസരിച്ച് വന്നിട്ട് കർലേങ്കെ ചെയ്യും ഉൻകി നിഗരാണി, നിനക്ക് എങ്ങനെയാണോ ഗ്രെയിൻസും വെള്ളവും എല്ലാം തന്നത് അതുപോലെ ഈ കുഞ്ഞ് ബേബി
ബേഡ്സിനെയും ഞങ്ങൾ സംരക്ഷിക്കും. നിഗരാണി എന്ന് വെച്ച് കഴിഞ്ഞാൽ ജാഗ്രതയുള്ള മേൽനോട്ടക്കാരനായിട്ട് ഞങ്ങൾ നിൽക്കും. എന്നിട്ടെന്താ, ഫിർ ജബ് ഉൻകെ पर निकलेंगे उठ जाएंगे बया बनेंगे हम तब तेरे पास रहेंगे തൂ മത് റോന ചിടിയ റാണി. എന്താ കുട്ടി പറഞ്ഞിരിക്കുന്നത്? പിന്നീട് ഈ ചെറിയ ബേബി ബേഡ്സിൻ്റെ പറന്ന് വെച്ച് കഴിഞ്ഞാൽ വിങ്സ് പുറത്തു വരും. എന്നിട്ട് അത് എന്ത് ചെയ്യും? പറക്കാൻ പഠിക്കുകയും വലിയൊരു വീവർ ബേർഡായിട്ട് മാറുകയും ചെയ്യും. ആ സമയത്ത് ആ വീവർ ബേർഡ് എന്ത് ചെയ്യും? ഈ കൂട്ടിൽ നിന്നും പറന്നു ദൂരേക്ക് പോകും. നിൻ്റെ ബേബി ബേർഡ്സ് വലുതായി പറന്നു പോയാലും നീ കരയേണ്ട ആവശ്യമില്ല, നിൻ്റെ അടുത്ത് അപ്പോഴും ഞങ്ങൾ ഉണ്ടായിരിക്കും എന്നാണ് കുട്ടികൾ വീവർ ബേർഡിനോട് പറയുന്നത്. അപ്പം ഈ കവിത എഴുതിയിരിക്കുന്നത് മഹാദേവി വർമ്മ എന്ന് പറഞ്ഞിരിക്കുന്ന കവയിത്രിയാണ്. അടുത്ത വീഡിയോയിൽ അടുത്ത പാഠവുമായിട്ട് ഞാൻ വരുന്നിടം വരെ ബൈ ബൈ, ടേക്ക് കെയർ.